ഇതെന്താ ചീരല്ല കൂടി വന്നിട്ടേ അപ്പം നമ്മളിതാ ഒന്ന് കുറച്ച് ചീര ഉണ്ടായതും പയറിൻ്റെ ഇലൊക്കെ പൊട്ടിക്കേട്ടോ. പയറിൻ്റെ വള്ളിയൊക്കെ ഇതിൻ്റെ മേലെ കൂടി വന്നു. ചീര കൂടി ഇത് കുറച്ചുള്ളൂ. നമ്മൾ ചീര അത് അപ്പുറത്ത് കുറേ മുളപ്പിച്ചിട്ടുണ്ടല്ലോ. ചീരൻ്റെ ഇല നോക്കട്ടെ. ഇടലൊന്നുമില്ല അല്ലേ? പയറിനേക്കാളും ടേസ്റ്റാണ് പയറിൻ്റെ ഇല. ഇതുകൂടി കൂട്ടിയിട്ട് നമുക്ക് എടുക്കാമല്ലോ. ഇതാവണുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. ചീര ഇതാ അവിടെ തൈ നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചീര നിറയെ ഉണ്ടാവുന്നുണ്ട്. പയറുണ്ടായിരുന്നല്ലോ. എന്തിങ്ങനെ വാടി വെച്ച് കൊടുക്കണേ? ഇത് വാടി വെച്ച് കൊടുക്കണേ. ഈ വള്ളിക്ക് ഇങ്ങനെ കയറാണ്. ഇത് 2 പയറും ഉണ്ടോ? പയറുണ്ടായതുണ്ടോ? പയറ് ഇത് ഒന്നില്ല. ഈ പന്തലിട്ട് കൊടുക്കണല്ലേ ഇങ്ങനെ. ഇതല്ലേ പയറ്? അതാ പയറുണ്ടോ? കൊറേ ഉണ്ടല്ലേ? അല്ല, പയർ അടിയിലാണ് കുറേ ഉള്ളത്. ഇത് നമുക്ക് ഇല ഒന്നും എടുക്കാം. ഇത് കുറച്ചില്ലേ? കുറച്ചൊക്കെ ഉണ്ടല്ലേ? അതിന്റെ ഉള്ളിലുണ്ടാവും. അമ്മ വെച്ചല്ലേ ഇത് ചീര പറിച്ചതിന്. ഇഷ്ടം പോലെ അതുണ്ടാവണില്ല. ചിലർക്ക് വേഗം ഉണ്ടാവേണ്ടതാണ്. എന്താണത്? വെള്ളരിന്റെ വള്ളി ഇങ്ങനെ കുറേ വെള്ളരി ഉണ്ടായിട്ടില്ലല്ലോ. അതാ കണ്ടോ വെള്ളരിന്റെ പൂ. വെള്ളരിന്റെ പൂ ഉണ്ടോ? മഞ്ഞ പൂ നിറയെ ടൈം അങ്ങനെ വെള്ളരി ആയിട്ട് വരും. അത് വരുന്നില്ല. വേഗം വരേണ്ടതാണ്. ഇത് എന്താണോ വിത്തിന്റെ പ്രശ്നം? എന്താണോ അപ്പുറത്ത് കേട്ടോ വള്ളി. എത്ര കാമ്പോഴേക്ക് വെള്ളരി ഉണ്ടാവും. എന്റേതാണ്. ഇത് എന്താണോ വിത്തിന്റെ പ്രശ്നം? എന്താണോ അപ്പുറത്ത് കേട്ടോ വള്ളി. എത്ര കാമ്പോഴേക്ക് വെള്ളരി ഉണ്ടാവും. എത്ര പയറിൻ്റെ ചീരന്റെ കാട്ടിനും കൂടുതൽ ഇപ്പൊ പയറാണ്. കുയിലൊക്കെ അതിന്റെ മുകളില് പറഞ്ഞു. അതിന്റെ ഉള്ളിൽ നിറയെ കിളികളോ. അങ്ങോട്ട് എത്ര ഉണ്ടാവും. വള്ളിക്കെട്ടുകൾ ഇതൊക്കെ ഇവിടെ ഒരു ഇതുപോലെയാണ്. ഈ മാവും ഇതിന്റെ ചുറ്റും നമ്മളിങ്ങനെ അങ്ങനെ വെട്ടലില്ല. അവിടെ കുറെ കിളികളും എല്ലാവരും ഇതിന്റെ ഉള്ളിലുണ്ടാവും. മാവും വള്ളിക്കെട്ട് ഒരു തണുപ്പുള്ള സ്ഥലം. അപ്പൊ ഞാനത് അങ്ങനെ നിർത്തിയിരിക്കുന്നു. ഇവിടെ നിറച്ച് കിളികളും. അത് അപ്പുറത്ത് വേറെ കുറെ കിളികള്. ഇന്നലെ കാട്ടുകോഴിയും കുട്ടികളും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ. ഞാൻ അടിയിൽ നിന്നും കൂടി കുറച്ചെടുക്കാം. നമുക്ക് അടിക്ക് പോവാം. വാഴ പയറിൻ്റെ ഇല. പയറൊക്കെ കുറച്ചും കൂടി ആവട്ടെ. ഇത് ചെറുതാണ്. നല്ല നീളമുള്ളത്. മഴക്കാറ് മൂടി വന്നിട്ട് നല്ല നീളമുള്ള പയറാണ് വീട്ടിൽ. അത് ഇനി വലുതാവും. എന്താ അതൊക്കെ ഉണ്ടോ? നല്ല ആയിട്ടുണ്ട്. നാളെ എന്ത് പൂവാ? പയറിന്റെ പൂവ്. പയറിന്റെ പൂവ് രാവിലെ നേരത്തെ വിരിയും. പയറിന്റെ പൂവ് വീഡിയോ ഇട്ട് കണ്ടില്ല? പയറിന്റെ പൂവേ രാവിലെ നേരത്തെ വിരിയും. എന്നിട്ട് രാവിലെ വന്നിട്ട് പിന്നെ അടയും. പിന്നെ അതില് പയറ് വരും. ഇല പൊട്ടിക്കുമ്പോ എന്താ രസം. ഭയങ്കര രസം അതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോ അല്ലേ? ഈ പൊന്നസ് ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പൊന്നസ് കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നിട്ട് സ്കൂളിലൊക്കെ അപ്പൊ അവള് ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ നല്ല നീളമുണ്ട്. നമ്മൾ പയറിൻ്റെ ഇലയും ചീരാൻ്റെ ഇലയൊക്കെ പറിച്ച് ചീര പയറിൻ്റെ ഇല. പയറിൻ്റെ ഇല എത്ര കിട്ടി? ചീര കുറച്ചുള്ള കിട്ടിയിട്ട് പയറിൻ്റെ ഇല കുറേ കിട്ടി. ചീര കുറച്ച് കിട്ടിയിട്ടുള്ളൂ. പച്ചമുളകും വഴുതനും പിങ്കിണി നിൽക്കുന്ന നോക്കാം. പിങ്കിണിനെ എവിടെ? പിങ്കിണിനെ അതാ നിൽക്കുന്ന പിങ്കിണി. കോഴികളൊക്കെ നോക്കി നിൽക്കണൊക്കെ അവിടെ നിൽക്കും വരാനായിട്ടില്ല.
വാഴ അയ്യോ ഇവര് ഇഷ്ടം പോലെ എല്ലാവരും ഇലകളും ഇതൊക്കെ ഉണ്ട് ഇതാ വഴുതന വഴുതന കേട്ടോ. അപ്പൊ നമ്മള് ഗ്രോ ബാഗിൽ ഉണ്ടായ വഴുതന വിളവെടുക്കുന്നു ഗൈസ്. വഴുതനങ്ങ എവിടെ നമുക്ക് പർപ്പിളും പച്ചയും കിട്ടി. ഇതെടുത്തു. മറ്റേ ചെറുതാല് കൊത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നിർത്തിക്കോ. വഴുതനങ്ങ ചീര എത്ര കാലമായി ഈ തീയറ്? ഒരുപാട് കാലമായി. എന്നാലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു മറ്റേ മുളക് വലുതാണ്. ആ ഗ്രോ ബാഗിത്തെ ഉണ്ട് വലിയ മുളക്. വലിയ മുളകാണ്. അത് കൊടുക്കണില്ല. തക്കാളിയൊക്കെ പൂ ഇട്ടുണ്ടേ. അപ്പൊ എന്തൊക്കെയാ പൊന്നൂസന്ന്? വഴുതന, പച്ചമുളക്. പൊന്നൂസിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. അവിടെ കയ്യിൽ പിടിച്ച ചീര, പയറിന്റെ അല്ലേ. ഇനി നമ്മളടുത്തത് വാഴന്റെ ഇന്നിത്തണ്ട് എടുക്കാൻ പോവുകയാണ് അല്ലേ. ഇന്നിത്തണ്ട് വെട്ടാൻ പോവുകയാണ്.